ഹംസക്കയോ? പുതിയ ആളാണെന്ന് തോന്നുന്നല്ലോ. എങ്ങോട്ടാ? എനിക്കിവിടെ ഒരാളെ കാണണം. സ്ഥലപരിചയമില്ലാത്തതുകൊണ്ട് സംശയിച്ചു നിൽക്കുകയായിരുന്നു. ഈ രാത്രി തന്നെ കാണണമെന്ന് നിർബന്ധമാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവിടെ എവിടെയെങ്കിലും വല്ല താമസ സ്ഥലം കിട്ടുമോ? സ്ഥിര താമസമോ അതോ? തൽക്കാലം ഈ രാത്രി ഒന്ന് കഴിച്ചു കൂട്ടിയാൽ മതി. സംഘടിപ്പിച്ചോളാ. തറപ്പെട്ട് കഴിഞ്ഞല്ല കാരണം ഈ സ്ഥലം മഹാപെശക കേട്ടോ. പിന്നെ ഞാൻ ഉള്ളോണ്ട് പേടിക്കാനൊന്നുമില്ല. അല്ല, സാറിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഗോപി. നിങ്ങളുടെ പേര്? എന്റെ പേര് ഇതെന്താ ട്യൂബ്? അത് തന്നെയാണ് എന്റെ പേര്. സാറ് വരണം, പേടിക്കാതെ വരണം. ഞാൻ മുമ്പേ പോകുന്നുണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നല്ല സ്ഥലമല്ലയോ മോളെ ആമിന? കാക്ക, ഒരു 2 ചായ തരണം. ഒരെണ്ണം ഡബിൾ സ്റ്റാർ. മൂവന്തിയായ പിന്നെ ഇവിടെ കച്ചവടമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആമിന. എന്തോ പാപ്പ? മോളെ, ബാക്കിയുള്ള ഗ്ലാസും പാത്രവും എടുത്തോണ്ടോ. ചായ ഇല്ലെന്ന് പറഞ്ഞാ പിന്നെ എന്തിനാ നിക്കണത്? കാക്ക, ഇദ്ദേഹം ഇവിടെ പുതിയ ആളാ. ഇയാളെ എവിടെ നിന്നാടാ പോയി? ഞാൻ കുറെ ദൂരെ നിന്ന് വരുക. മത്തായി മുതലാളിയെ കാണാൻ വന്നത്. അങ്ങേരെ ഈ രാത്രി കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ, അയാൾ പിടിച്ച അർത്ഥകളെയും വലിയ വട്ടത്തിലുള്ളൊരു വാളാ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കണത്. നിങ്ങളുടെ പേരെന്താ? ഗോപി. നാട് എവിടെയാണ്? കുറച്ച് വടക്ക, എടപ്പാൾ. ഇങ്ങേർക്ക് രാത്രി ഒന്ന് കിടക്കാൻ സൗകര്യം കൊടുക്കണം. ഇവിടെ കിടക്കാനോ? ഇവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. ഈ രാത്രി ഇന്നത്തേക്ക് മാത്രം. നാളെ നിങ്ങൾ വേറെ സ്ഥലം കണ്ടുപിടിച്ചോളാം. അന്തി ഉറങ്ങാനൊരു സ്ഥലം ചോദിച്ചിട്ട് തന്നില്ല എന്ന് വേണ്ട. ഇന്നത്തെ ഇവിടെ കൂടിക്കോ. അതിനൊരു കാര്യം, ഇവിടെ കിടക്കുന്ന ബെഞ്ചും ഡെസ്കും ഒന്നും പെറുക്കിക്കൊണ്ട് പൊക്കളയരുത്. അങ്ങനെ ആകെ കൂടെയുള്ള വയറ്റിപ്പഴപ്പാണ്, ഓർമ്മ വേണം. ഇതിരിക്കട്ടെ, ഒരു സന്തോഷത്തിന്. 2 ഉലുവ. പിന്നെ നാളെ രാവിലെ ഞാൻ വന്ന് കാണും. കാക്ക, വേണ്ടൊക്കെ ഞാൻ ചെയ്തോളാം. ഒരു 5 മണീസ് ഉണ്ട്, 5 രൂപ. വെള്ളം ഇനി എത്ര ദൂരം പോണം? അതാണ് മുതലാളിയുടെ വീട്. എന്താ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല. മുതലാളി എവിടെ കാണും? എന്റെ തല കണ്ട വെറുതെ ലാത്തി അടിച്ചുകൊണ്ടിരിക്കും. ആശംപിക്കും. മുതലാളി എന്നെ ചോദിച്ചാ കണ്ടില്ലെന്ന് പറയണം. മുതലാളി ഇല്ലേ? വർക്കി മുതലാളിയുടെ ആളാന്ന് പറഞ്ഞാൽ മതി. ഇവിടെ തന്നെ നിന്നു, ഞാൻ പറയാം. എന്താ വിശേഷം? ഞാൻ മുതലാളി ഒന്ന് കാണാൻ വന്നത്. വർക്ക് എങ്ങനെ അറിയാം? അദ്ദേഹത്തിന്റെ വീടിനടുത്താണ് ഞാൻ താമസം. ഇവിടെ തൽക്കാലം ജോലിയൊന്നുമില്ല. പിന്നെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഷാപ്പിലൊരു ജോലി തരാം. ശുപാർശ കത്ത് കൊടുത്തയക്കാനൊക്കെ ആള് കാണും. 3 ദിവസം കഴിഞ്ഞ് കൊടി പിടിക്കുമ്പോ ഞാൻ മാത്രമേ കാണൂ. എന്നിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റും ഉണ്ടാവില്ല. എല്ലാവരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ പറയാറ്. ഏതായാലും വർക്കിയുടെ ശുപാർശ കത്ത് കിട്ട് വന്നാലേ നാളെ ഷാപ്പിൽ വരും.
ഒറ്റ റാണിയില്ല. ശരിയായോ ആശാനെ? ശരി. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞായിരിക്കും. പിന്നെ തൊലഞ്ഞല്ലോ. ഇനി പാളയച്ച് എന്നെ കൊണ്ട് വിളിപ്പിക്കും. വേഗം പോവാ. ഈ മത്തായി മുതലാളി ഞാനും തമ്മിൽ ഒരിക്കൽ ഭയങ്കര സ്റ്റണ്ടുണ്ടായി. വെള്ളത്തിലാ. എന്തിനായിരുന്നു സ്റ്റണ്ട്? അതിനുശേഷം ഞാൻ അയാളെ മൈൻഡ് ചെയ്യാറില്ല. അത് തീരും. തീപ്പെട്ടി അത് ഞാൻ എന്നും ആ നശിച്ച കാക്കയുടെ അവിടെ വെച്ച് മറന്നു. ആ ഒരു ദിവസം ഞാനും മുതലാളിയും കൂടെ കുടിക്കുകയായിരുന്നു. കള്ളും ചാരയും അല്ല കുടിക്കുന്നു, നല്ല ഒന്നാന്തരം ഫോറൻ. കുടിക്കുന്നെങ്കിൽ അത് കുടിക്കണം ആശാനെ. എന്നിട്ട് ഞാൻ എന്നിട്ട് മുതലാളി പറയാ ഞാനവിടെ എസ്റ്റേറ്റിലെ മാനേജർ ആണോ? എനിക്ക് പറ്റൂ. എനിക്ക് വേറെ എന്തെല്ലാം പണികളുണ്ട്. എനിക്ക് എന്റെ ജോലി തന്നെ ചെയ്യാൻ സമയമില്ല ആശാനെ. നിങ്ങളുടെ കൂടെ വന്ന അലവലാതി എന്ത് ചെയ്യും? അവനെ ഒരു ദിവസം എന്റെ കൈ കിട്ടും. ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ട്. ഇതിനിടയ്ക്ക് താനെവിടെ പോയി? ഒന്നും പറയണ്ട എന്റെ ആശാനെ. ആ പെണ്ണുമ്പിള്ള മഹാപേശക എന്നെ കണ്ട അപ്പ കല്യാണം കഴിക്കും. ഓ അതെനിക്കും തോന്നി. ഇപ്പൊ കണ്ടിരുന്നെങ്കിൽ ഉടനെ കല്യാണം നടന്നേനെ. ആട് ആട് ആടടാ ആട് ആട്. ഞാൻ ഇല്ലായിരുന്നെ കാണായിരുന്നു. പിടിച്ചു. 10 വയസ്സ് പോലും വേണ്ട. ഏതാ പെൺകുട്ടി? എന്റെ സ്വന്തത്തിലുള്ള ആശാനെ. അതുകൊണ്ടാ ഓടിക്കളഞ്ഞ കൊച്ചു കള്ളി. ഇനി എന്താ ആശാന്റെ പരിപാടി? നമുക്കൊന്ന് മിനുങ്ങണ്ടേ? മിനുങ്ങാനും തിളങ്ങാനും ഒന്നും ഞാനില്ല. ഒരു സ്ഥലം കണ്ടുപിടിക്കണം താമസിക്കാൻ. ഞാനതൊക്കെ മറന്നുപോയി. അത് കണ്ടോ? നമ്മുടെ വീടാണ് ആശാൻ. വാ ചേച്ചി, ഒന്ന് വേഗം കൊണ്ടുപോവാ. അടിച്ച് ഫിറ്റായിട്ടിരിക്കുകയായിരിക്കും. ഫിറ്റ് ചാരായത്തിന് മണറിഞ്ഞ കാലം മറന്നു. ആ പെമ്പറനാത്തി ചാരായം വെക്കുമ്പോ കെട്ടിനെടുത്ത് കുടിച്ചൂടെ? ഓ കെട്ടിയോടടുത്ത് കുടിക്കാം. പക്ഷേ എന്നാ ഞാൻ വരട്ടെ. അല്ല പോവാണോ? ആ പോയിട്ട് വരാം. അവിടെ നിൽക്കേ. നിന്റെ തന്തനെ വിടാണോ? കുടിച്ചിട്ട് കൈ വീശി ഇറങ്ങി പോവാൻ. കാശൊന്ന് കുടിക്കാനാണ് പിന്നെ ഇങ്ങോട്ട് വരണം. തന്തയ്ക്ക് പറക്കാത്തവനെ എടുക്കണ കാശ്. ഞാൻ നാളെയും വരും. വാ വാ. അല്ല കാർത്തേനി ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇവിടെ നിന്ന കാളെ പറ്റൂ. നേരം എടുത്തോണ്ട് ഇനി പോരും. ഇവിടുത്തെ വിശേഷം അറിയാം. എടാ ചാരാവലം വേണമെങ്കിലേ കാശ് കൊടുത്ത് കുടിച്ചേച്ചു പോ. ഈ ചേച്ചിക്ക് എപ്പോഴും തമാശയാ. നിലത്ത് നിന്നാ മതി. ഓട്ടവും ചാട്ടം ഒന്നും വേണ്ട കേട്ടോ. പതുക്കെ പോയാ മതി. അവളുടെ ഒരു ഓട്ടം. ഇങ്ങോട്ട് കേറി ഇരി ആശാനെ. ഈ ഗോപി ആശാനും ഞാനും കൂടാണ് കയറ് പൊട്ടി ഓടി ആടിനെ പിടിച്ച് കൈ കൊടുത്തത്. ഈ ജന്തുക്കളെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോ സൂക്ഷിക്കണ്ടേ? ഒന്ന് പറയണം. ഞാൻ ഏതാ? ഗോപി. ഞാനിവിടെ ഷാപ്പിൽ ജോലിക്ക് വന്നത്. വീട് കുറച്ച് അകലെയാ. പുള്ളിക്കാരനൊന്ന് തങ്ങണം. തങ്ങണോ? അതായത് ഒന്ന് താമസിക്കാനുള്ള സൗകര്യം. വാടക തരും. ഇവിടെ നിങ്ങൾ 3 പേര് മാത്രമല്ലേ ഉള്ളൂ. പെര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണുള്ള വീട്ടിൽ
താമസിക്കാൻ ഒരാളെയും കൊണ്ടുവന്നിരിക്കുന്നു. ദേ, എനിക്ക് ഈ സ്ഥലം നല്ല പരിചയമില്ല. ഇയാൾ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നതേ ഉള്ളൂ, ക്ഷമിക്കണം. അല്ല പോവാണോ ആശാനെ? വരട്ടെ ആശാനെ, ഓടികളല്ലേ. എന്തിനമ്മേ പരിചയമില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു? അവളൊരു ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. ഓ, നല്ല സ്ഥലത്താ താമസിപ്പിക്കാൻ കൊണ്ടുപോയത്. അയ്യോ, സ്ഥലം നല്ലതാണ്. പിന്നെ സ്ത്രീക്ക് സ്വല്പ പെരുമാറ്റ ദോഷമുണ്ട്, അത്രയേ ഉള്ളൂ. എടോ, താനാ പെൺകുട്ടിയുടെ സ്വന്തമാണെന്നല്ലേ പറഞ്ഞത്? ആശാനൊരു കാര്യം അറിയോ? ആ തൂണും ചാരി ഒരു വയസ്സനിരുന്നില്ലേ, അത് ആ സ്ത്രീയുടെ ഭർത്താവാണ്. അവർക്ക് അയാളോടുള്ള ബന്ധമേ ഓർമ്മയില്ല, പിന്നെ ഇനി എന്നെ ഓർക്കുന്നേ. ആശാ ഒരു കാര്യം ചെയ്യാം, ചായ കിടന്നിട്ട് പോകും. ഞാൻ വേറെ ഒരു സ്ഥലം കൈകാര്യം ചെയ്തു. ഓ ശരി, തന്നെ ആരും കൈകാര്യം ചെയ്ത് നോക്കിയാ കൊള്ളാം. ചുമ്മാ എഴുതി ആശാനെ. അളിയാ, അളിയോ, നല്ല രസമായിരുന്നു ഇന്നലത്തെ സ്വപ്നം. ഓണവിടുന്ന് നിന്റെ ഒരു സ്വപ്നം. എനിക്ക് ജോലി കിട്ടി. നന്നായി. അല്ലാ, പടച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ. വേറെന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാകുന്നത് വരെ ഇവിടെ ഒന്ന് താമസിക്കാൻ സമ്മതിച്ചാൽ. അതെന്ത് ചോദ്യമാണ്? ഇവിടെ നിന്നും പോകണ്ട, ഇവിടെ തന്നെ താമസിച്ചോ. ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറവാന്നറിയാമല്ലോ. ഉള്ള സൗകര്യമൊക്കെ മതി. ഒന്ന് അന്തി ഉറങ്ങാൻ ഒരു സ്ഥലം വേണം. അയ്യോ കാക്ക, അന്തോണി തിരിച്ചു വന്നു. എന്തെങ്കിലുമൊക്കെ നടക്കണ്ട. നിന്റെ മുതലാളി ഇവിടെ ഇല്ല. ഞാൻ തിരിച്ചു വന്നെന്ന് പറഞ്ഞേക്ക്. ആരാണ്? ഒരന്തി. എത്ര? 2 പേര് 8 രൂപ. പുതിയ ആളാണ് അല്ലേ? അതെ, ഇന്ന് വന്നതേ ഉള്ളൂ. ആരാണ് അവിടെ ചിരിക്കുന്നത്? ഇതെന്താ ഗവൺമെന്റ് ആവശ്യം മറ്റോ വേണ? നിന്റെ മുതലാളി അകത്തോണ്ടോടാ? ഇല്ലല്ലോ, ഇന്നിങ്ങോട്ട് വന്നേ ഇല്ല. കള്ളു വേണോ? പിന്നെ പാല് കുടിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? മിസ്റ്റർ, കള്ളിന്റെ കാശ്
പുതുമുഖമാണല്ലേ? മുഖം പഴയതാ, പക്ഷെ ഇവിടെ പുതിയതാ. അന്തോണി വന്ന് കള്ളു കുടിച്ചിട്ട് കാശ് തരാതെ പോയെന്ന് നിന്റെ മുതലാളിയോട് പറഞ്ഞേക്കും. ഗോപി ഇവിടെ പുതിയ ആളാ. അയാൾ ആരാണെന്ന് ഗോപിക്ക് അറിയാവൂ. ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്ന് വന്നവനാ. ഇതാണ് സ്വഭാവമെങ്കിൽ തിരിച്ചങ്ങോട്ട് തന്നെ പോകേണ്ടി വരും. കൊണ്ടോടാ അകത്ത്? ഇല്ല, തിരുവനന്തപുരത്ത് പോയിരിക്കുക. ഓ, മുഖ്യമന്ത്രിയെ കാണാനായിരിക്കും. തിരിച്ചു വരുമ്പോ ഞാൻ വന്നു, അന്വേഷിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണം. നീ എന്ന് വന്നു മോനെ? ഇന്ന് വന്നച്ചോ? നിന്നെ പോലീസ് പിടിച്ച് ജയിലിലാക്കിയെന്ന് അറിഞ്ഞ ദിവസം ഞാൻ ആകെ തളർന്നുപോയി മോനെ. എത്രയോ വർഷങ്ങളായി നിന്നെ എനിക്കറിയാം. ജയിലിൽ പോകാൻ തക്കവണ്ണം നീ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. തെറ്റ് ചെയ്ത് ആരാന്ന് അച്ഛൻ അറിഞ്ഞു കാണുകയല്ല. അന്തോണി, നീ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ വേദപാഠ ക്ലാസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? ചിലതൊക്കെ ഓർമ്മയുണ്ടച്ചോ. നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള പ്രായമായാൽ കുറെയെങ്കിലും വിവേകം മനുഷ്യൻ കാണിക്കണം. ആരും പാപികളായിട്ടല്ല ജനിക്കുന്നത്, പക്ഷെ പലരും മരിക്കുന്നത് പാപികളായിട്ടാണ്. അതിന് കാരണം അവരുടെ പ്രവൃത്തികളാണ്. എന്നെ വഞ്ചിച്ചവൻ അതിനുള്ള ശിക്ഷ എന്റെ കൈകൊണ്ട് തന്നെ അനുഭവിക്കുവച്ചോ. ആരെയും ശിക്ഷിക്കാനുള്ള അനുവാദം മനുഷ്യനില്ല. ശിക്ഷ ദൈവത്തിന്റെ അവകാശമാണ്. അതൊന്നും എനിക്കറിയില്ലച്ചോ. അതൊന്നും ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല. വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. എത്ര കാലത്തിന് ശേഷമാണ് നീ ഇവിടെ വരുന്നത്? വരൂ.